പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് കളമശ്ശേരി HMT ജംഗ്ഷനിൽ നിന്നും 5 കിലോമീറ്റർ മാത്രം ദൂരെയായിട്ട് മണലിമുക്ക് ശിവഗിരി എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നുള്ളത്. നല്ലൊരു വില്ല പ്രോജക്റ്റും കൂടിയാണ്. ഇവിടെ നിന്ന് ന്യൂ ആർട്സ് കോളേജിലേക്ക് 750 മീറ്ററാണ് ദൂരം വരുന്നത്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്കും കളക്ട്രേറ്റ് ഭാഗത്തേക്കും 7 കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട്. തൊട്ടടുത്തായിട്ട് രാജഗിരി ഹോസ്പിറ്റലുണ്ട്. എല്ലാ സ്ഥലത്തേക്കും ഈസി ആയിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനും കൂടിയാണ്. അവിടെയായിട്ട് 4 സെൻറ്റ് 400 ലെങ്സ് ലാൻഡിൽ 2300 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK ആണ് നമ്മളിന്ന് കാണാൻ വന്നുള്ളത്. നമുക്കിനി ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. നല്ല ഭംഗിയുള്ളൊരു എലിവേഷനാണ് വീടിന് കൊടുത്തുള്ളത്. അതിൻ്റെ കളർ പാറ്റേണും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് വരുന്ന വഴികൾ നല്ല വീതിയുള്ള റോഡ് തന്നെയാണ്. ഇനി ഗേറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സ്ലൈഡിംഗ് ഗേറ്റാണ് വന്നുള്ളത്. സിംഗിൾ ആയിട്ടുള്ളൊരു സ്ലൈഡിംഗ് ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിട്ടുള്ളത്. ഈസി ആയിട്ട് സ്ലൈഡ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. നേരെ പോർച്ചിലേക്ക് വരാം. ടൈലാണ് ഭാഗമായിട്ടുള്ളത്. ഇനി ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ വർക്ക് വരാനുണ്ട്. ഇതിനൊരു പോളിഷിൻ്റെ വർക്ക് വരാനുണ്ട്. ഇവിടെയായിട്ട് പവർ പോയിന്റ് വരുന്നുണ്ട്. ആ ഭാഗം വരുന്നത് വെസ്റ്റ് സൈഡാണ്. വെസ്റ്റ് സൈഡിൽ നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ധാരാളം സ്പേസോട് കൂടിയാണ് വീട് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്രണ്ടിലെ സ്പേസിലേക്ക് വരാം. അതായത് നോർത്ത് ഭാഗത്തേക്ക് വരാം. ഇവിടെയും വലിയൊരു വാഹനം കടന്നു വീഴുന്ന രീതിയിൽ നമുക്ക് സ്പേസ് കിട്ടിയിട്ടുണ്ട്. വെല്ലാണ് വരുന്നത്. നാച്ചുറൽ വാട്ടർ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ കിച്ചണിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ മോട്ടറിൻ്റെ സ്വിച്ച് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല കിണറിൻ്റെ സ്ഥാനം വരുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണ്. എല്ലാ പില്ലറിലും ലൈറ്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. സിറ്റ് ഔട്ട് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. പിന്നെ ഇതിന് മേലെയായിട്ട് ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അകത്തേക്ക് വരാം. നല്ല മരത്തിൽ തീർത്ത 2 പീസ് ഡോറാണ് വന്നുള്ളത്. ടീക്കൂട്ടിലാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഡിസൈനും ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. നേരെ നമ്മൾ ലിവിങ് സ്പേസിലേക്ക് വന്നു. അതിവിശാലമായിട്ടുള്ളൊരു ലിവിങ് സ്പേസ് ആണ് ഈ വീടിന് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ പ്രത്യേകത തന്നെ ഈ ലിവിങ് സ്പേസ് ആണ്. നല്ല വലിപ്പമുള്ള ഒരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല വലിയൊരു കോർണർ സെറ്റ് ഇടാനുള്ള സ്പേസും കിട്ടിയിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റിലും കൊടുത്തിട്ടുണ്ട്. ഒരു BLDC ഫാൻ വരുന്നുണ്ട്. മനോഹരമായിട്ടുള്ള ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ഭംഗിയായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡ് ഒരു വുഡിൻ്റെ ടെക്സ്ചർ ആണെന്നുണ്ടെങ്കിൽ മറ്റു സൈഡ് വൈറ്റ് ഗ്ലോസി ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. താഴെ ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയാണ് ചെയ്തിട്ടുള്ളത്. LED ലൈറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലേക്ക് പോവാണ്. ഡൈനിങ്ങിനെയും ലിവിങ്ങിനെയും സെപ്പറേഷൻ ചെയ്യുന്ന ഭാഗമാണ്. അത് ഭംഗിയായിട്ട് കവർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റിലൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇതിലൊക്കെ ഇൻഡോർ പ്ലാന്റ്സുകൾ വയ്ക്കാനുള്ള സ്പേസും ഉണ്ട്. നേരെ നമ്മൾ ഡൈനിങ്ങിലേക്ക് വരികയാണ്. ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു കൗണ്ടറൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ലൊരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഡൈനിങ് ഏരിയ കിട്ടിയിട്ടുണ്ട്. ഇത് ഈസ്റ്റ് സൈഡാണ്. 3 പാളി ജനൽ വന്നിട്ടുണ്ട്. സ്റ്റെയറിനടി പൂർണ്ണമായിട്ടും കവർ ചെയ്തിട്ടുണ്ട്. ഇൻവെർട്ടറും മറ്റും വെക്കാനായിട്ടൊക്കെ അത് യൂസ് ചെയ്യാവുന്നതാണ്. നല്ലൊരു വാഷ് കൗണ്ടർ വരുന്നുണ്ട്. ഇങ്ങനെ ഒരു സിറയുടെ വാഷ് ബേസിനാണ് വന്നുള്ളത്. മിറർ വരുന്നുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ടവൽ റാഡ് വരുന്നുണ്ട്. താഴെ സ്റ്റോറേജ് സ്പേസും അവൈലബിൾ ആണ്. അപ്പം നല്ലൊരു ഡൈനിങ് ഏരിയ കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതിന് മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു BLDC ഫാൻ കൊടുത്തിട്ടുണ്ട്. ഇനി കിച്ചണിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മനോഹരമായിട്ടാണ് കൗണ്ടർ ഒരുക്കിയിട്ടുള്ളത്. ഫാൻസി ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റിലാണ് ഇത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല 2 ചെയർ ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നേരെ കിച്ചണിലേക്ക് വരാം. കിച്ചൻ്റെ സ്ഥാനം വന്നിരിക്കുന്നത് സൗത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഈസ്റ്റ് സൈഡിലേക്ക് നമുക്ക് പാചകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫുഡും ഹോബും അറേഞ്ച് ചെയ്യാം. ഓൾറെഡി ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. ഫാബർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട് എലിവേഷൻ്റെ കളർ പാറ്റേണോട് യോജിക്കുന്ന രീതിയിലാണ് അകത്തെ ടൈലിൻ്റെ കളറും കൊടുത്തിട്ടുള്ളത്. ധാരാളം സ്റ്റോറേജ് സ്പേസും അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ടാണ് അടുക്കള ഒരുക്കിയിട്ടുള്ളത്. ഒരു L ഷേപ്പിൽ ഗ്രാനൈറ്റ് വിരിച്ചിരിക്കുകയാണ്. നാനോ വൈറ്റ് ഗ്രാനൈറ്റ് തന്നെയാണ്. നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. 2 ടാപ്പും വരുന്നുണ്ട്. എക്സോസ്റ്റിനുള്ളൊരു പോയിന്റും അവിടെ കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് എക്സോസ്റ്റും കൊടുക്കാനുള്ള സ്പേസും ഉണ്ട്. ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും നല്ലൊരു ഫാനും കൊടുത്തിട്ടുണ്ട്. ഇനി പുറത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതായത് നമുക്ക് കിച്ചൻ്റെ ഔട്ട് സൈഡിൽ നല്ലൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസും ഉണ്ട്. നമ്മളിപ്പോൾ കിച്ചൺ ഔട്ട് സൈഡിലാണ് വന്നുള്ളത്. നല്ലൊരു വർക്ക് ഏരിയ ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. തറനിലത്തിൽ നിന്ന് ഉയർത്തിയിട്ട് ടൈല് വിരിച്ചിരിക്കുകയാണ്. ഫുള്ള് കവർ ചെയ്യാൻ നേരത്ത് നല്ലൊരു വർക്ക് ഏരിയ നമുക്ക് ഇവിടെ എടുക്കാവുന്നതാണ്. ധാരാളം സ്പേസും നമുക്ക് ബാക്ക് സൈഡിലുണ്ട്. അവിടെ ആയിട്ട് ഒരു ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. ഫുള്ളും ടൈല് വിരിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ബെഡ്റൂമിലേക്ക് പോവാം. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ വരാം.
നമ്മളിപ്പോൾ ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ് വന്നുള്ളത്. ഇതിൻ്റെ നീളം വന്നിരിക്കുന്നത് 13 അടി നീളവും 11 അടി വീതിയും വന്നിട്ടുണ്ട്. സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. പിന്നെ ഇതിൻ്റെ മേലെയായിട്ട് ഭംഗിയായിട്ട് സീലിംഗ് വർക്കും LED ലൈറ്റുകളും ഡൂക്കറിൻ്റെ ഒരു BLDC ഫാനും കൊടുത്തിട്ടുണ്ട്. AC-യുടെ പോയിന്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഭംഗിയുള്ളൊരു ടൈൽ പാറ്റേൺ തന്നെയാണ് ഇതിനും കൊടുത്തിട്ടുള്ളത്. കബോർഡ് ആണെന്നുണ്ടെങ്കിൽ 3 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ മിറർ അടക്കമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. നേരെ നമുക്ക് ബാത്റൂമിലേക്ക് വരാം. സ്റ്റാൻഡേർഡ് ഫിറ്റിംഗ്സ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. സെറയുടെ ഒരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്, മിറർ വരുന്നുണ്ട്, അതുപോലെ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക് ആണ്. ഫ്ലഷ് ടാങ്ക് വരുന്നത് ജാഗ്വറിൻ്റെ ആണ്. ക്ലോസറ്റ് വന്നിരിക്കുന്നതും ജാഗ്വർ തന്നെയാണ്. ഇനി നമ്മൾ ഷവർ ഏരിയയിലേക്ക് വരികയാണ്. ഒരു വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിളിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ആയിട്ട് ഡൈവേർട്ടർ വന്നിട്ടുണ്ട്, റെയിൻ ഷവർ വന്നിട്ടുണ്ട്, ഹീറ്ററിന്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്, എക്സോസ്റ്റിനുള്ള പോയിന്റും കൊടുത്തിട്ടുണ്ട്. ടൈലിന്റെ കളർ പാറ്റേണിലും ചെറിയ മാറ്റം കൊടുത്തിട്ടുണ്ട്. താഴെ മാറ്റ് ടൈലാണെങ്കിൽ വിത്ത് ഗ്ലോസി ആണ്. നല്ല ഫൈബർ ഡോർ തന്നെയാണ് വന്നിട്ടുള്ളത്. അപ്പം നല്ല ക്വാളിറ്റി ഉള്ള ഫിറ്റിംഗ്സ് ഇതിന് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ഇപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വന്നുള്ളത്. ഇതിന്റെ നീളം വരുന്നത് 13 അടി നീളവും 11 അടി വീതിയാണ്. ഇതിന്റെ മേലെ ഭംഗിയായിട്ട് ഫോൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും ഫാനും കൊടുത്തിട്ടുണ്ട്. കബോർഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ 4 പാർട്ടായിട്ട് തുറക്കാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഡ്രസ്സിംഗ് മിറർ അടക്കമാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിന്റെ ബാത്റൂമിലേക്ക് ഒന്ന് പോവാം. സെയിം ഫിറ്റിംഗ്സ് തന്നെയാണ് വന്നുള്ളത്. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്. ഇനി ഇവിടെയായിട്ട് വാൾ ഹാങ്ങിങ് ക്ലോസറ്റ് വിത്ത് കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, ജാഗോന്റെ ഫിറ്റിംഗ്സ് ആണ് വന്നുള്ളത്. പിന്നെ ഇവിടെയായിട്ട് ഷവർ ഏരിയ വരുന്നതും ജാഗോന്റെ ഡൈവേർട്ടർ വന്നിട്ടുണ്ട്, റെയിൻ ഷവർ വന്നിട്ടുണ്ട്, ഹീറ്റിന്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്, എക്സോസ്റ്റും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു വെറ്റ് ഡ്രൈ പ്രിൻസിപ്പിൾ ഇവിടെയും ഫോളോ അപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള ഡോറും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോവാണ്. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വരുന്നുണ്ട്, അതായത് ക്ലോക്ക് വൈസ് കയറാവുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിട്ടുള്ളത്. ഒരു വുഡിൻ്റെ ടെക്സ്ചറാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്റ്റെയർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് പെർഗോളാസ് വരുന്നുണ്ട്, LED ലൈറ്റിൽ വരുന്നുണ്ട്. ഇത് ഡബിൾ ഹൈറ്റ് ഭാഗമാണ്. ഇതിൻ്റെ മേലെയും ഫാൾ സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഫാൻസി ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോവുകയാണ്. ഈ അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് പോകുന്ന 2 കോർണറിലായിട്ട് നല്ലൊരു ഡിസൈൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും വരുന്നുണ്ട്. നേരെ നമ്മൾ അതിവിശാലമായിട്ടുള്ളൊരു അപ്പർ ലിവിംഗ് സ്പേസ് തന്നെയാണ്. 2 വലിയ ലിവിംഗ് സ്പേസോട് കൂടിയാണ് വീട് ചെയ്തിട്ടുള്ളത്. താഴത്തെ അതേ സ്പേസ് തന്നെ മേലത്തെ അപ്പർ ലിവിംഗ് സ്പേസിലും കിട്ടിയിട്ടുണ്ട്. വലിയൊരു TV യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. നമുക്കൊരു ഹോം തിയേറ്റർ സെറ്റപ്പ് ഒക്കെ നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും BLDC ഫാനും കൊടുത്തിട്ടുണ്ട്. നേരെ നമുക്ക് ഇതിൻ്റെ ബെഡ്റൂമിലേക്ക് പോവാം. ആദ്യം മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ വരാം. സൗത്ത് വെസ്റ്റ് കോർണറാണ്. ഇതിൻ്റെ നീളം 13 അടി നീളം വന്നിട്ടുണ്ട്, 11 അടി വീതി വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്കും LED ലൈറ്റുകളും ഫാനും വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു വാൾ പ്രൂഫ്സും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. നല്ലൊരു വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. സെറയുടെ സിംഗിൾ പീസ് ക്ലോസറ്റ് വന്നിട്ടുണ്ട്. അവിടെ താഴെ വാൾ ഹാങ്ങിങ് ആണെന്നുണ്ടെങ്കിൽ മേലെ സിംഗിൾ പീസ് ആണ് വന്നുള്ളത്. ഇവിടെയായിട്ട് ഷവർ ഏരിയ വന്നിട്ടുണ്ട്. ഡൈവേർട്ടർ, റെയിൻ ഷവർ, ഹീറ്റിന്റെ പോയിന്റും കൊടുത്തിട്ടുണ്ട്. താഴത്തെ സെയിം വലിപ്പം തന്നെയാണ്. താഴെ കൊടുത്തിരിക്കുന്നത് മാറ്റ് ടൈലാണെങ്കിൽ വിത്ത് ഗ്ലോസി ആണ്. സെയിം ഡോർ തന്നെയാണ് എന്നുള്ളത്. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ഫിറ്റിംഗ്സ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവാം. ബെഡ്റൂമിന്റെ പൊസിഷൻ എല്ലാം സെയിം തന്നെയാണ്. 13 അടി നീളം, 11 അടി വീതി. മേലെ ഭംഗിയായിട്ട് ഫാൾ സീലിംഗ് വർക്ക്, LED ലൈറ്റുകൾ, BLDC ഫാന്. കറക്റ്റായിട്ട് ഇവിടെയും അതേ രീതിയിലുള്ള കബോർഡ് തന്നെ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ലൊരു കളർ പാറ്റേണും ഇതിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂമിലേക്ക് വരാം. ടൈലിൻ്റെ പാറ്റേൺ മാറിയിട്ടുണ്ട്. വാഷ് ബേസും വന്നിട്ടുണ്ട്, മിറർ വന്നിട്ടുണ്ട്, ലൈറ്റ് വന്നിട്ടുണ്ട്. സിംഗിൾ പീസ് ക്ലോസറ്റ് തന്നെയാണ്. ഇവിടെയും ഡൈവേർട്ടർ, റെയിൻ ഷവർ, ഹീറ്റിന്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ ഗ്ലാസ് പാർട്ടീഷൻ നമുക്ക് ചെയ്യാവുന്നതാണ് എല്ലാ ബാത്റൂമിലും വേണമെങ്കിൽ. താഴെ മാറ്റ് ടൈല് വിത്ത് ഗ്ലോസിയാണ്. ഫൈബർ ഡോർ തന്നെയാണ് വന്നുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് പോവാം. നല്ലൊരു യൂട്ടിലിറ്റി ഏരിയ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള വാട്ടർ പോയിന്റ്, പവർ പോയിന്റ്, വേസ്റ്റ് ലൈൻ. അപ്പോൾ നമുക്ക് ഇവിടെ വാഷിംഗ് മെഷീൻ വെച്ചിട്ട് അലക്കി വിരിച്ചിടാൻ ഇത് തന്നെ ധാരാളമാണ്. ഫുള്ള് റൂഫ് ചെയ്തിട്ടുണ്ട്. വശങ്ങളിൽ നിന്നും കാറ്റടിക്കാതിരിക്കാനും അതേ മഴ കയറാതിരിക്കാനും വേണ്ടി വി ബോർഡ് വെച്ച് പാനൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഫുള്ള് കവർ ചെയ്തിട്ടുണ്ട്. ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് പോകുന്ന ഭാഗമാണിത്. ഇങ്ങനെ ഈസി ആയിട്ട് മേലേക്ക് കയറാം.
വിശാലമായിട്ടുള്ള ഒരു ഓപ്പൺ ടെറസ് ഏരിയ ആണ്. അത് ഡ്രസ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി യൂസ്ഫുൾ ആണ്. താഴെ ഒട്ടിച്ചിരിക്കുന്ന ടൈല് 2x2 മാറ്റ് ടൈലാണ് കൊടുത്തുള്ളത്. നല്ലൊരു ഡിസൈനും ഇതിന് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് പോകാം. അകത്തെ ഡോറുകളും അതുപോലെ തന്നെ ജനലിൻ്റെ ഡോറുകളും കഥകളും എല്ലാം ഗ്ലോസി ഡിസൈനിലാണ് കൊടുത്തുള്ളത്. നമ്മളിപ്പം ഇതിൻ്റെ ബാൽക്കണിയിലാണ്. നല്ല വലിപ്പമുള്ളൊരു ബാൽക്കണി തന്നെ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. നല്ല വലിപ്പമുണ്ട് ബാൽക്കണിക്ക്. മേലെ ഭംഗിയായിട്ട് ഫാസ്റ്റ് സീലിംഗ് വർക്കും LED ലൈറ്റുകളും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു BLDC ഫാനും കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ ഹാൻഡിലിനെ പോലെ തന്നെയായിട്ട് ഒരു വുഡിൻ്റെ ടെക്സ്ചർ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. സ്ക്വയർ ട്യൂബിലാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് ഗ്ലാസിൻ്റെ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഒരു ടഫിൻ്റെ ഗ്ലാസും കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ കുറച്ച് സ്പേസ് അവൈലബിൾ ആണ് പാരപ്പറ്റിൽ. അവിടെ ചെടികൾ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എലിവേഷൻ കുറച്ചും കൂടി ഭംഗിയാവുകയും ചെയ്യും. മനോഹരമായിട്ടുള്ളൊരു വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി നമുക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിലേക്ക് പോകാം. 4 സെൻറ്റ് 400 ലെങ്സ് വരുന്ന ലാൻഡിൽ 2300 സ്ക്വയർ ഫീറ്റിൻ്റെ 4 BHK. താഴെ ഇതിന് 2 ബെഡ്റൂം, മേലെ ഇതിന് 2 ബെഡ്റൂം പ്ലസ് ഒരു യൂട്ടിലിറ്റി. മനോഹരമായിട്ട് നിർമ്മിച്ചിരിക്കുന്ന ഈ വീടിന് ചോദിക്കുന്ന വില 89 ലക്ഷം രൂപ മാത്രമാണ്. ചോദിക്കുന്ന വിലയാണ്. വില നെഗോഷ്യബിൾ ആണ്. എല്ലാം ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് എറണാകുളത്തിൻ്റെ മേജർ സിറ്റീസിലേക്ക് ഈസി ആക്സസ് ആയിട്ടുള്ളൊരു ഏരിയയിലാണ് ഈ വീട് നിൽക്കുന്നത്. ഇൻവെസ്റ്റ്മെൻറ്റിന് പറ്റിയൊരു പ്രോജക്റ്റും കൂടിയാണ്. മടിക്കാതെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള നല്ല വീഡിയോസുമായിട്ട് വീണ്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരേണ്ടതുണ്ട്. അതിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.